സ്പാനിഷ് ലീഗിൽ കരുത്തറിഞ്ഞ് കളത്തിലിറങ്ങും. ലീഗിൽ റയൽ മാഡ്രിഡിനെ മറികടന്ന് ഒന്നാം സ്ഥാനം ലക്ഷ്യമിട്ടാണ് ബാഴ്സലോണ ഇന്നിറങ്ങുന്നത്. അലവസാണ് ബാഴ്സയുടെ എതിരാളികൾ. രാത്രി 8:45 ക്യാമ്പ് നൗവിലാണ് മത്സരം. ലീഗിൽ കുതിപ്പ് തുടരാൻ അത്ലറ്റിക്കോ മാഡ്രിഡും ഇന്നിറങ്ങും. ഓവിയഡോയാണ് എതിരാളികൾ. രാത്രി 1:30 അത്ലറ്റിക്കോ തട്ടകത്തിലാണ് മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയ വഴിയിൽ തിരിച്ചെത്താൻ മാഞ്ചസ്റ്റർ സിറ്റിയും ടോട്ടനവും ഇന്നിറങ്ങും. സിറ്റിക്ക് ലീഡ്സ് യുണൈറ്റഡ് ആണ് എതിരാളികൾ. എത്തിഹാദ് സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം. ടോട്ടനം ഫുള്ളാമിനെ നേരിടും. ടോട്ടനത്തിന്റെ തട്ടകത്തിൽ രാത്രി 1:30 മത്സരം. ലീഗിൽ സിറ്റി 3-ാമതും ടോട്ടനം 9-ാം സ്ഥാനത്തുമാണ്. മേജർ ലീഗ് സോക്കറിൽ കോൺഫറൻസ് ഫൈനലിൽ കിരീടം ലക്ഷ്യമിട്ട് 2026 ലോകകപ്പ് ലിയോണൽ മെസ്സി നേടാനായി വെടിവഴിപാട് കഴിപ്പിച്ച ആരാധകർ. കാളകെട്ടി മഹാദേവ ക്ഷേത്രത്തിലാണ് വെടിവഴിപാട് നടത്തിയത്. ശബരിമല തീർത്ഥാടകരാണ് മെസ്സിയുടെ ആരോഗ്യത്തിനും ലോകകപ്പിനുമായി വഴിപാട് നടത്തിയത്. വെടിവഴിപാടിന്റെ അനൗൺസ്മെന്റ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ഫുട്ബോൾ താരം ലയണൽ മെസ്സിക്കുള്ള വഴിപാടാണ്. മെസ്സി എന്തായാലും ലോകകപ്പ് നേടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വഴിപാടാണ്. മെസ്സിക്ക് ആയുരാരോഗ്യമുണ്ടാകണം, ദീർഘായുസ്സുണ്ടാകണം, എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിലേക്കായി 2026 ലോകകപ്പ് നേടുന്ന മെസ്സിയും മെസ്സിയുടെ കൂട്ടാളികളും. പാകിസ്ഥാൻ ആതിഥേയരായ ത്രിരാഷ്ട്ര T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് കലാശ പോരാട്ടം. ഫൈനലിൽ പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടും. അവസാന മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ആത്മവിശ്വാസവുമായാണ് ലങ്ക ഇറങ്ങുന്നത്. റാവൽപിണ്ടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം.